ചെയ്യുക. അവിടെ താഴെ പോയ NVR വിജി NVR 1008H എന്ന് കാണും. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പം അതിൽ 4 ക്യാമറ കാണിക്കും. അപ്പോൾ ഏതെങ്കിലും ക്യാമറയിൽ പോയി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പുറകോട്ടിങ്ങനെ വലിക്കുവാണെങ്കിൽ ഇന്നത്തെ പഴയ വീഡിയോസ് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ആ 16 എന്നുള്ള ഡേറ്റിൽ ഞെക്കുക. അപ്പം അവിടെ ഈ നീല കളർ കുത്തുള്ള സ്ഥലങ്ങളെല്ലാം റെക്കോർഡായിട്ടുണ്ട്. 14-ാം തീയതി റെക്കോർഡായി, 15-ാം തീയതി റെക്കോർഡായി, 16-ാം തീയതി റെക്കോർഡായി. 15-ാം തീയതിക്ക് പോവുക. 15-ാം തീയതിക്ക് പോകുമ്പം അത് ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങും. അപ്പം അവിടെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു സപ്പോസ് 8 മണിക്ക് എന്ത് പറ്റിയെന്ന് അറിയണമെങ്കിൽ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ക്രീനിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 6:20 ഓക്കെ, ഒരു 7:24 ഇപ്പോൾ എന്താണെന്നുള്ളതും അങ്ങനെ പല സമയത്തുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതനുസരിച്ച് സ്ക്രീൻ വലുതാക്കാനും പറ്റും. അപ്പോൾ കഴിയുമ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെയും വേറെ ചാനൽ കാണാം. ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര GB എടുത്തെന്ന് കാണിക്കുന്നത്. 465 GB ആണ് മൊത്തം. അതിൽ 62 GB ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇതുവരെ. അത് 3 ദിവസത്തെ മാത്രം റെക്കോർഡിംഗ് ഉള്ളൂ. അപ്പോൾ എപ്പോഴും വിജി NVR 1008H പോകണം. ഇൻഡിവിജ്വൽ ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് കിട്ടിയല്ല, അത് ലൈവ് ഫീഡ് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും വിജി NVR 1008H പോവുക. എന്നിട്ട് അവിടുന്ന് 4 ചാനൽ ഏതെങ്കിലും ചാനലിൽ ഇറങ്ങിയെടുക്കുക. എന്നിട്ട് അവിടുന്ന് പഴയതെല്ലാം കാണാൻ പറ്റും. അങ്ങനെയാണ് പഴയ റെക്കോർഡിങ്സ് നോക്കാൻ പറ്റുന്നത്. ഓക്കെ.